Hi students, welcome all of you to the next maths class. What are the properties of addition? Properties എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Properties of addition, features എന്താണ് നമ്മുടെ അഡീഷൻ്റെ പ്രത്യേകതകൾ, അഡീഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു രണ്ട് ഹോംവർക്ക് ഉണ്ട്. ഈ പേജ് നമ്പർ 112 ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് ഹോംവർക്ക് ഉണ്ട്. അത് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. റൈറ്റ് in the column form and add. കോളം ഫോമിൽ എഴുതിയിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ പ്ലേസ് നേരെ കറക്റ്റായിട്ട് താഴെ എഴുതിയിട്ട് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാനായിട്ടാണ്. അത് ആഡ് ചെയ്ത് നോട്ട്ബുക്കിൽ ചെയ്ത് സെൻഡ് ചെയ്യാം. ഇനി അതിനകത്ത് ബി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആഡ് 5,67,522 ആൻഡ് 27,000. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം ആ സ്പെല്ലിംഗ് നമ്മൾ നമ്പറാക്കി അത് ന്യൂമറലാക്കി മാറ്റി എഴുതണം. സ്പെല്ലിംഗ് നോട്ട്ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് അതിന് നമ്പർ എഴുതുക, എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്യുന്നതായിട്ട് കാണിച്ച് ആഡ് ചെയ്ത് ആൻസർ എഴുതുക. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് 27,000 എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ 27,000 ആഡ് ചെയ്ത് അങ്ങനെ 0 ഒക്കെ കറക്റ്റ് പൊസിഷനിലിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നെക്സ്റ്റും ഒരു 6 ഡിജിറ്റ് നമ്പറിനെയും 2 6 ഡിജിറ്റ് നമ്പറിനെയും ആഡ് ചെയ്യുന്നതായിട്ടാണ് ഇത്രയും കണക്കുകൾ. പിന്നെ നെക്സ്റ്റ് ഫൈൻഡ് ദ സം ഓഫ് ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആൻഡ് 1999. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ നോക്കണം ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം. അത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ലെസണിൽ ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാണ്. അതിൻ്റെ കൂടെ 1999 ആഡ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു രസകരമായ കാര്യമുണ്ട്. അത് നിങ്ങൾ ആ കണക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഇത്രയും ഹോംവർക്ക് മസ്റ്റായിട്ട് ഇന്ന് തന്നെ ടീച്ചറിന് സെൻഡ് ചെയ്ത് വിടുക. ഓക്കെ, ഇനി നമുക്ക് കാണാം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ അഡീഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, look at a problem. 43,265 plus 23,572. There are 5 digit numbers, 2 5-digit numbers. ഏതൊക്കെയാണ്? 43,265 and 23,572. ഫസ്റ്റ്ലി എപ്പോഴും നമ്മൾ കോളം മെത്തേഡിൽ എഴുതാൻ പറയുമ്പോൾ വൺസ്, ടെൻസ്, 100 അങ്ങനെ നമ്മൾ കറക്റ്റ് കേട്ട് തിരിച്ചെഴുതണം. ഇച്ചിരി മുകളിലായിട്ട് എഴുതണം, കാരണം റിമൈൻഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട്. വൺസ്, ടെൻസ്, 100, 1000, 10,000 ഇങ്ങനെ കറക്റ്റ് ഹെഡ് തിരിച്ചെഴുതണം. അതാണ് കോളം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. കറക്റ്റായിട്ട് പൊസിഷനൊക്കെ മാറാവണം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പം 5 + 2 7, പിന്നെ 6 + 7 13, write to only 3 and 1 on the remainder. Then 1 + 2 3, 3 + 5 8. Then 3 + 3 6, 4 + 2 6, that is 66,837 ആൻസർ കിട്ടി. ഇനി നമ്മളോട് പറയുകയാണ് എന്താണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത കാണാമെന്ന് വെച്ചാൽ ഈ 23,000 ഇനി നമ്മളിതിനെ റിവേഴ്സ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 23,572 പ്ലസ് 43,265 നമ്മളിതിനെ റിവേഴ്സ് ചെയ്തെന്നൂടെ കൂട്ടി. അതായത് നമുക്കറിയാം 5 + 4 = 4 + 5 ആയിരിക്കും അല്ലേ. 5 + 4 എത്രയാണ്? 9. 4 + 5 ഓൾസോ 9. ഇതാണ് ഈ മോഡലാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതായത് 43,265ന്റെ കൂടെ 23,572 ആഡ് ചെയ്താൽ 66,837 കിട്ടുന്നു. അതിനെ തിരിച്ചിട്ട് ആഡ് ചെയ്താലും, അതായത് 5 + 4 എന്ന് പറയുന്നതിനെ 4 + 5 ആഡ് ചെയ്താലും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ തിയറി അനുസരിച്ച് നോക്കിക്കേ. 5 + 2 7, 6 + 3 13, remainder 1, 5 + 1 6, 6 + 2 8, 3 + 3 6, 4 + 2 6 അല്ലേ. ഇവിടെ സെയിം ആകുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ട തിയറി. 5 + 4 = 4 + 5. That is whatever the order of the addends. Addend എന്ന് പറഞ്ഞാൽ
നമ്മൾ കൂട്ടിയ നമ്പറുകൾ ഏതൊക്കെ നമ്പറുകളാണോ നമ്മൾ കൂട്ടാൻ ഉപയോഗിച്ചത് ആ രണ്ട് നമ്പറുകളെ ആഡൻഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആഡൻഷൻ. അപ്പം ഈ നമ്പറും ആഡൻ്റാണ് ഈ നമ്പറും ആഡൻ്റാണ്. വാട്ട് എവർ ബി ദി ഓർഡർ ഓഫ് ഏത് ഓർഡറിൽ ആഡൻറ്റിനെ ആഡ് ചെയ്താലും ദ സം മീൻസ് സം എന്താ ദ ടോട്ടൽ നമുക്ക് കിട്ടിയ ആൻസർ അഡീഷന് നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ പറയുന്നത് എന്താ സം അല്ലെങ്കിൽ ഇൻ ഓൾ നമുക്ക് പറയും ഓൾ ടുഗദർ. അപ്പം ഈ കിട്ടിയ ആൻസർ സെയിം ആയിരിക്കും. വാട്ട് എവർ ബി ദി ഓർഡർ ഓഫ് ദി ആഡൻസ് ദ ആൻസർ വിൽ ബി ദി സം വിൽ ബി ദി സെയിം. അതാണ് ഫസ്റ്റ് ഫീച്ചർ ഓഫ് ദിസ് അഡീഷൻ. ഇനി സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ബൈ റീഗ്രൂപ്പിംഗ്. വാട്ട് ഡു യു മീൻ ബൈ അഡീഷൻ ബൈ റീഗ്രൂപ്പിംഗ്? റീഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്ത് എങ്ങനെ ആഡ് ചെയ്യാം? അതിൽ ആദ്യം ടീച്ചർ ചെറിയ നമ്പറിനെ കാണിച്ചു തരാം നമുക്ക്. അതായത് 4 + 2 + 3 ഇങ്ങനെ ഒരു 3 നമ്പറിനെ ആഡ് ചെയ്യാൻ നോക്കും. അതിൽ 4 + 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതായത് 4ന്റെ കൂടെ 2 + 3 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും, 9 കിട്ടും. അപ്പോൾ 4 + 5 9. ഇനി ഈ 4ന്റെ കൂടെ രണ്ടാമത്തെ നമ്പറിനെ കൂടെ ചേർത്തിട്ട് മൂന്നാമത്തെ നമ്പറിനെ ബ്രാക്കറ്റിന്റെ പുറത്ത് ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നു. അതായത് 4 + 2 6 6 + 3 9. കണ്ടോ? സെയിം ആയിട്ട് ആൻസർ കിട്ടണോ? ഏത് രീതിയിൽ ഗ്രൂപ്പ് തിരിച്ചാലും ആൻസർ സെയിം ആയി. ഏതെങ്കിലും 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ അവരെ ആഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ഗ്രൂപ്പ് തിരിച്ചു? ഇവിടെ 4 + കഴിഞ്ഞ് 2 + 3 ഒരു ഗ്രൂപ്പ് ആക്കി അല്ലേ? അതേസമയം രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നപ്പം ആദ്യത്തെ 2 നമ്പറിനെ ഗ്രൂപ്പ് തിരിച്ചിട്ട് മൂന്നാമത്തെ നമ്പറിനെ അതിനോട് ആഡ് ചെയ്തു അല്ലേ? ആൻസർ സെയിം അല്ലേ? എല്ലായിടത്തും 4 + 5 9 ആൻഡ് 6 + 3 9 എന്ന് വന്നു അല്ലേ? ഇങ്ങനെ നമ്മൾ ഏത് രീതിയിൽ ഗ്രൂപ്പ് തിരിച്ചാൽ അങ്ങനെ. ഇതുപോലെ തന്നെ 5 ഡിജിറ്റ് ആൻഡ് 6 ഡിജിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ നോക്കിക്കേ, ഈ നോട്ട്ബുക്കിൽ എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. അതായത് 45,625 എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ കൂടെ 12,415 ആഡ് ചെയ്തിട്ട് മൂന്നാമത് ഒരു നമ്പറിനെ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് 1,25,227 കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 നമ്പറിനെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ മൂന്നാമത്തെ നമ്പറിനെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്കൊരു ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പറിനെ മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പറിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. അതായത് 12,415 + 1,25,227 അതിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഒന്നാമത്തെ നമ്പറിനോട് അതിനെ കൂട്ടുക. അതായത് നമ്മൾ കണ്ടില്ലേ, ആദ്യത്തെ 2 നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്ത് മൂന്നാമത്തെ നമ്പർ അതിനോട് കൂട്ടി. അതല്ലാതെ ആദ്യത്തെ നമ്പറിനെ അവിടെ ഒറ്റയ്ക്ക് നിലനിർത്തിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പറിനെ അതിനോട് കൂട്ടി കിട്ടിയ ആൻസർ ഇതിലൂടെ ചേർക്കുമ്പോൾ സെയിം ആയിരിക്കും. എങ്ങനെ? അതായത് the sum remains the same no matter how we group the addends. ഈ ആഡൻസിനെ ഏത് രീതിയിൽ ഗ്രൂപ്പ് തിരിച്ചാലും ആൻസർ സെയിം ആയിരിക്കും അഡീഷന്റെ കാര്യത്തിൽ കേട്ടോ. അഡീഷന്റെ കാര്യത്തിൽ ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് 0. when we add 0 to a number, ഏതെങ്കിലും ഒരു നമ്പറിനോട് നമ്മൾ 0 ആഡ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കുന്നത്? ആൻസർ will be the same number ആണോ? ഇതേ സമയം ഒരു 6 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലോ? that is 6,72,489 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? ഈ സെയിം നമ്പർ തന്നെയായിരിക്കും അല്ലേ? അതാണ് അഡീഷൻ ഓഫ് 0 എന്ന് പറയുന്നത്. when we add 0 to a number, answer will be the same number അല്ലേ? 7 + 0 is equal to 7. 25 + 0 is equal to 25. 199 is equal to അല്ലേ? അങ്ങനെ ഏത് നമ്പറിനോട് 0 ആഡ് ചെയ്താലും ഓക്കെ. ഇനി നെക്സ്റ്റ് അഡീഷൻ ഓഫ് 1. അതാണ് നെക്സ്റ്റ് ഫീച്ചർ. അഡീഷന്റെ നെക്സ്റ്റ് സവിശേഷതയാണ് അഡീഷൻ ഓഫ് 1. when we add 1 to a number, we get the next number. ഏതെങ്കിലും ഒരു നമ്പറിനോട് നമ്മൾ 1 ആഡ് ചെയ്താൽ we get the successor. successor കഴിഞ്ഞ പഠിച്ചല്ലേ? successor means the after number അല്ലേ? അതായത് when we add 1 to a number, നമ്മൾ ഏതെങ്കിലും നമ്പറിലൂടെ 1 ആഡ് ചെയ്താൽ 4,89,625 ന്റെ കൂടെ
1 ആഡ് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? വി ഗെറ്റ്സ് ദ നെക്സ്റ്റ് നമ്പർ. അതായത് 4,89,626 കിട്ടണം. അതാണ് 4,89,625 ഈസ് ദി സക്സസർ ഓഫ് ദിസ് നമ്പർ. 4,89,626 ആണ് ഈ നമ്പറിന്റെ ആഫ്റ്റർ നമ്പർ അല്ലെങ്കിൽ അതിന്റെ സക്സസർ. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിലൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് ഏതായിരിക്കും കിട്ടുന്നത്? We get the next number, that is the successor. Okay, next addition of 10. 10 add ചെയ്താൽ when we add 10 to a number, the digit at the tens place increases by 1. When we add 10 to a number, we get the next number. We get the next number, that is the tens place increases by 10. Tens place number ഏതാണ് ഇതിന്റെ? 7 ആണ്. 7 increases by 1 എന്ന് പറഞ്ഞാലോ? Increases by 1 means 7 10s into 80 ആയി മാറും അല്ലേ? അതായത് ഈ 1 ഇൻക്രീസ് ചെയ്യുന്നു. 1 into 7 into കൂടെ ഒരു 1 ഇൻക്രീസ് ചെയ്ത് 8 ആയി മാറുന്നു. When we add 10 to a number, ഒരു നമ്പറിലൂടെ 10 ആഡ് ചെയ്താൽ the digit at the tens place increases by 1. അതായത് അതിലെ tens place ഇതിനകത്തെ tens place ഇൻക്രീസ് ചെയ്യുന്നു. 1 ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഒരു 10 കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 60 plus 10 എന്ന് പറഞ്ഞാൽ അതിലെ 6 increases by tens. അതായത് 1 10 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി 100, addition of 100 ആണെങ്കിൽ when we add 100 to a number, the tens place, the hundreds place number increases by 100. അപ്പം tens place number എന്ത് ചെയ്യുന്നു? Increases by 1. അതും ഒന്ന് കൂടുന്നു. That is 6 tens into 7 and 700 is the correct answer. അല്ലേ? ഇതിനകത്തെ 6ന്റെ കൂടെ അതിലെ 100 പ്ലേസിന്റെ കൂടെ ഒന്ന് കൂടുന്നു പറഞ്ഞാൽ ഈ 600ന്റെ കൂടെ ഒരു 100 കൂടെ കൂടിയെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി 1000 ആഡ് ചെയ്താലോ? അഡീഷൻ ഓഫ് 1000 ആഡ് ചെയ്താലോ? 5000 പ്ലസ് 1000. അപ്പൊ എന്ത് ചെയ്യും? 5000 പ്ലസ് 1000, ഈ 5000ന്റെ കൂടെ 1000 കൂടി അല്ലെങ്കിൽ 2547ന്റെ കൂടെ 1000 ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും? അതിനകത്തെ 1000 പ്ലേസ് നമ്പർ ഏതാ നോക്കുക. ഏതാണ്? 2 ആണ്. 2 ഇൻക്രീസസ് ബൈ 1 എന്ന് പറഞ്ഞാൽ 2 എത്രയായി മാറും? 2ന്റെ കൂടെ ആ 1000 പ്ലേസ് നമ്പറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. എന്നിട്ട് ബാക്കി എഴുതാം. 3547 എന്ന കറക്റ്റ് ആൻസർ വന്നു. 2547 പ്ലസ് 1000 മീൻസ് increases the 1000's place number by 1. അതായത് അതിലെ 1000's place നമ്പറിന്റെ കൂടെ 1 ഇൻക്രീസ് ചെയ്യുന്നു. അതായത് അതിലെ 1000ന്റെ പ്ലേസിൽ ഏതാണോ ആ നമ്പറിന്റെ കൂടെ 1 കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ 3547 ആയി മാറുന്നു. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഓർഡർ ഓഫ് ആഡൻസ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിരുന്നു. പിന്നെ ആഡ് ചെയ്ത് ഏത് തരത്തിൽ ഗ്രൂപ്പ് തിരിച്ചാലും സെയിം ആൻസർ കിട്ടും എന്നുള്ളത് രണ്ടാമത്തെ പ്രോപ്പർട്ടി. പിന്നെ അഡീഷൻ ഓഫ് 0, അത് നെക്സ്റ്റ് പ്രോപ്പർട്ടി. നമ്മൾ ഏതെങ്കിലും നമ്പറിലൂടെ 0 ആഡ് ചെയ്താൽ അത് എൻ്റെ അടുത്ത പ്രോപ്പർട്ടി ആയിരുന്നു. 1 ആഡ് ചെയ്താൽ അത് നെക്സ്റ്റ് പ്രോപ്പർട്ടി. 10 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? അതങ്ങനെ ഓരോ പ്രോപ്പർട്ടി. ഇതിൻ്റെ എല്ലാ എക്സാമ്പിള് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ഇതൊക്കെ ശരിയാവുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞ പോലെ ഇതാകുന്നുണ്ട്. ഈ കണക്കുകളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. പിന്നെ ഈ 2 ഹോംവർക്കും നിർബന്ധമായിട്ടും ചെയ്തിരുന്നതിനെ അയക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോംവർക്ക് എല്ലാം ഇതിനകത്തുള്ള കണക്കുകളെല്ലാം നോട്ട്ബുക്കിൽ 1 ഡേയും ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു.